കോടതി അടക്കം പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ഒരു നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. മാത്രമല്ല അതിന്റെ വകുപ്പടക്കം റദ്ദാക്കി കളഞ്ഞു. അപ്പൊ എത്രത്തോളം പ്രാധാന്യമുണ്ട് സംസ്ഥാന സർക്കാരിന്? ദുരന്തബാധിതരോട് അങ്ങേയറ്റം ശത്രുതാപരമായിട്ടാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറിയത് എന്നത് ദുരന്തമുണ്ടായ നാൾ മുതൽ ഇന്ന് വരെയുള്ള അനുഭവം പരിശോധിച്ചാൽ നമുക്കറിയാം. രാജ്യത്ത് ദുരന്തബാധിതരുടെ കടം ഏറ്റെടുക്കാൻ, വായ്പ ഏറ്റെടുക്കാൻ, എഴുത്തള്ളാൻ ഒക്കെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിരവധിയായ തവണ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. ദുരന്തബാധിതർ ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ടി വന്നു. ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഇടപെടലുകളുണ്ടായി. എന്നിട്ടും ദുരന്തബാധിതരുടെ വായ്പകൾ ഏറ്റെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവാതെ ശത്രുക്കളെ പോലെ ദുരന്തബാധിതരെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തതെങ്കിൽ, ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ അങ്ങേയറ്റം കരുതലോടുകൂടി സമീപിക്കുന്നു എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ദുരന്തബാധിതരുടെ വായ്പ ഏറ്റെടുത്തിരിക്കുന്നത്. ചില ഇടങ്ങളിൽ കണ്ടു എഴുതിത്തള്ളുന്നു എന്ന്. എഴുതിത്തള്ളുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. CMDRF നിന്നും പണം ചെലവഴിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന നിലയിലേക്കാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണിത് പകരുന്നത്. ദുരന്തമുണ്ടായ നാൾ മുതൽ ഇതുവരെ പെർമനന്റ് പുനരധിവാസം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ അവഗണനകളെ അതിജീവിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇടപെടലാണ് ദുരന്തബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടപെടലിനെ CPIM അഭിവാദ്യം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് വയനാട്ടിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായിട്ട് വരുമല്ലോ. അല്ല, രാഷ്ട്രീയ വിഷയമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതൊരു മനുഷ്യത്വത്തിൻ്റെയും ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വത്തിൻ്റെയും ഒക്കെ ഭാഗമായി തന്നെയാണ് കാണുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുമ്പിലുണ്ട് അനുഭവങ്ങൾ. സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ദുരന്തബാധിതരായിട്ട് ആളുകളോട് സമീപനം സ്വീകരിച്ചത് എന്ന് ജനങ്ങൾക്കറിയാം. എന്നാൽ മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടും ജനങ്ങൾക്കറിയാം. അപ്പം ഈ സാധാരണക്കാരോടും ദുരന്തബാധിതരോടും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരോടും എല്ലാം അവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത് എന്നത് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പറയുന്ന പണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട്, വായ്പ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.